വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചെൽസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് നിലവിൽ ചെൽസിൻ്റെ അവസ്ഥ? ചെൽസിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നോക്കുന്ന സമയത്ത് അവർ പ്രീമിയർ ലീഗിൽ മിഡ് ടേബിളിലാണ്. അവരുടെ സ്പെൻഡിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ഇനിയും പറയണം. 1 ബില്യണാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവരുടെ ട്രാൻസ്ഫറിൽ. പക്ഷേ സ്റ്റിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെറിബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. 1 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് ടോപ്പ് 4 എത്തിയാലെങ്കിൽ നമുക്ക് ഓക്കെ എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇത് മിഡ് ടേബിളിൽ കിടക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്ര ടെറിബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലെയിം ആദ്യം ആർക്ക് കൊടുക്കണം? നമ്മളിത് ആദ്യം കൊടുക്കേണ്ടത് ടോഡ് ബോലിക്ക് സംഘത്തിനുമാണ്. കാരണം ആരാണാവോ അവരുടെ ഈ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്യുന്നത്? മുദ്രിക്കിനെ വമ്പൻ പൈസ കൊടുത്ത് കൊണ്ടുവരിക, അതുപോലെ ഈ ചെറിയ പൊട്ടിമക്കളെ വമ്പൻ പൈസക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വമ്പൻ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണമെന്ന് ആരാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്? ഓക്കെ, ഒരു യങ് പ്ലേയേഴ്സിനെ വാങ്ങാനുള്ള ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. യങ് പ്ലേയേഴ്സ് വേണം, ടീമിൻ്റെ ഫ്യൂച്ചറാണ് വലുത്. പക്ഷേ ഇതിനപ്പോൾ വേറൊരു സംഗതിയും കൂടെ ഉണ്ട്. യങ് പ്ലേയേഴ്സ് മാത്രമല്ല ലോക ഫുട്ബോളിനെ ബിൽഡ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ടീമിലേക്ക് ആഡ് ചെയ്യാൻ അവർ മറന്നുപോയി. ഓക്കെ, ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. നിലവിലിപ്പോൾ നമ്മുടെ ടോണി ക്രൂസ് ഫ്രീ ഏജൻ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോണി ക്രൂസ് റയൽ വിടാൻ നിൽക്കുകയാണെങ്കിൽ എത്ര ബിഗ് ക്ലബ്ബ് ഇപ്പോഴും ടോണി ക്രൂസിന് പിന്നാലെ വരും? 100% ഷുവറാണ് ഒരുപാട് ബിഗ് ക്ലബ്ബ്സ് വരും. കാരണം ആ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ടീമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് എക്സ്പീരിയൻസിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇവർ 1 ബില്യണൊക്കെ വാരി എറിയുന്ന സമയത്ത് എന്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. ഇനിയിപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിലും ഓക്കെ, ടീമിലുള്ള പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ, അതായത് അറ്റ്ലീസ്റ്റ് കോവാസിച്ചിനെ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ ഇവർ നിലനിർത്തണ്ടേ? ഇവരൊക്കെ നിലനിർത്തി കഴിഞ്ഞാൽ ഈ യങ് പ്ലേയേഴ്സിന് അത്യാവശ്യം ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയെങ്കിലും പറ്റും. അതുപോലെ ഈ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസ്, അമിത പ്രഷർ വരുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ചെൽസിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മിസ്സിങ് ആണ്. ഓക്കെ, അപ്പം അത് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഓവർ സ്പെൻഡിങ് ഒക്കെ ചെൽസി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമല്ലാത്ത സംഗതിയായിട്ട് മാറി. അവർ ആരെടുത്ത് കഴിഞ്ഞാലും 60, 70, 80, 90, 100. ഇനിയിപ്പോൾ വിക്ടർ ഗ്യോക്കിറസിന് വേണ്ടി ബിഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എത്ര മില്യൺ പോകും നമുക്കറിയില്ല, എന്തായാലും 100+ പോവും. ഓക്കെ, അപ്പം ഇവർ അമിതമായിട്ട് പൈസ ചിലവാക്കുന്ന ഈ ഒരു സംഗതി. അപ്പം ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ സ്ട്രാറ്റജി ഇല്ലാത്ത പ്രശ്നം. ഉള്ള ട്രാൻസ്ഫർ സ്ട്രാറ്റജി നല്ല തൊഴിഞ്ഞ സ്ട്രാറ്റജി, അതിൻ്റെ പ്രശ്നമാണ് നിലവിൽ ചെൽസി പ്രധാനമായിട്ടും അനുഭവിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേസൺ മൗണ്ട് ചെൽസിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീമിലെ ടോപ്പ് സ്കോറർ പലപ്പോഴും മേസൺ മൗണ്ട് ആയിരുന്നു. അതായത് 21, 22, അതുപോലെ 22, 23. അപ്പോൾ അതിന് മുന്നത്തെ സീസണൊക്കെ മേസൺ മൗണ്ട് ആയിരുന്നു ടോപ്പ് സ്കോർ ആയിട്ടുണ്ടായിരുന്നത്. മേസൺ മൗണ്ട് ഒരു 25 ഗോൾ അടിച്ച് ടോപ്പ് സ്കോർ ആവുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മേസൺ മൗണ്ടിൻ്റെ മിടുക്കൊണ്ടാണ് മേസൺ മൗണ്ടോടെ ടോപ്പ് സ്കോർ ആയതെന്ന്. പക്ഷേ അദ്ദേഹം 7, 8, 9, 10, 11 ഗോളൊക്കെ അടിച്ചിട്ടുള്ളൂ എല്ലാ സീസണിലും. അപ്പം അതിൽ നിന്ന് എന്താണ് ക്ലിയർ ആവുന്നത്? ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ കുറവ്. അത് ടോഡ് ബോലി കണ്ടില്ല എന്നുള്ളത് എത്ര വലിയൊരു നാണക്കേടാന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവരൊന്നില്ലെങ്കിലും ഒരു ഫുട്ബോൾ ക്ലബ്ബ് നടത്താൻ വന്ന ആളുകളല്ലേ, ഇവർ വല്ല സർക്കസും കമ്പനി നടത്താൻ വന്ന ആൾക്കാരല്ലല്ലോ. ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഏറ്റവും വലിയ കീ പോയിൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്കറുടെ കുറവ് 5-6 കൊല്ലമായിട്ട് ചെൽസിയിലുണ്ട് എന്നുള്ളത് കാണാൻ പറ്റാത്ത ഇവരാണ് ചെൽസി എന്ന് പറയുന്ന ക്ലബിനെ തലയിലേറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്, ടോഡ് ബോലി സംഘവും. ആ റോമൻ അബ്രാഹമോവിച്ച് ആയിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മൂപ്പര് കൊണ്ടുപോയിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. ഇപ്പോൾ ഇവർ അമേരിക്കൻ ഓണർഷിപ്പ് വന്നു. മൂപ്പര് എന്താണോ ലെഗസി ബിൽഡ് ചെയ്തെടുത്തത് അതൊക്കെ തറയിലിറങ്ങി പൊട്ടിച്ച് ഫാൻസിന് തല പൊക്കി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു. ടോഡ് ബോലിയും പിന്നെ കുറേ പിള്ളേരും പിന്നെ കുറച്ച് ഇപ്പോൾ നമ്മളെ ഫുട്ബോളിൽ ചങ്ങായി പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത മുത്തുക്കന്മാരും. ഓക്കെ, അപ്പം അതാണ് ചെൽസിൻ്റെ അവസ്ഥ. ഭയങ്കര ടെറിബിളായിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ പ്രീമിയർ ലീഗ് അടിച്ചുകൊണ്ടിരുന്ന ഒരു ടീം, സ്ഥിരമായിട്ട് UCL കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീം, 2021 UCL അടിച്ചൊരു ടീം, അവർ നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷൻ, അതും അന്നൊക്കെ നടത്തിയതിനേക്കാളും ഫാർ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടും ഇതാണ് സിറ്റുവേഷൻ. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രശ്നം ടീമിൻ്റെ മെഡിക്കൽ ഫീൽഡിലെ പ്രശ്നമാണ്. അതായത് ഫിസിയോ ആ ഒരു സെക്ഷനിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ടോഡ് ബോലി വന്ന സമയത്ത് മൂപ്പർ ആദ്യം ചെയ്തത് ടീമിലെ ഹെഡ് ഓഫ് ഫിസിയോനൊക്കെ നൈസായിട്ട് തട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് കോൺട്രാക്റ്റൊക്കെ ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പനി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആ ഒരു കോൺട്രാക്റ്റൊക്കെ ക്യാൻസൽ ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നല്ല തൊലിഞ്ഞ കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത്. വന്ന് ഫൊഫാനയൊക്കെ
എപ്പോൾ പോയതാണ്? ഫൊഫാനൊന്നും കാണാനില്ല. വേറെയും ഒരുപാട് പ്ലേയേഴ്സ്. ഈ പ്ലേയേഴ്സൊക്കെ AI ജനറേറ്റർ ആണോ എന്ന് ഒരു ഫാൻസ് ചോദിക്കാൻ വേണ്ടി തുടങ്ങി കമൻറ്റ് സെക്ഷനിലൊക്കെ. അപ്പം അത്രയും ടെറിബിളാണ് അവരുടെ ആ ഒരു മെഡിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ടെറിബിളാണ്. ഇനിയിപ്പോൾ ഇവർ മാറ്റിയിട്ട് പെപ് ഗോർഡിയോളനെ കൊടുന്നാലും ഇപ്പോൾ ഇൻസാഗിനെ കൊടുന്നാലും ഇനിയിപ്പോൾ ആഞ്ചലോട്ടിനെ കൊടുന്നാലും ഈ തൊലിഞ്ഞ മെഡിക്കൽ സെക്ഷൻ വെച്ചിട്ട് ചെൽസി എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇപ്പോൾ മറ്റു പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ അപ്പുറത്തെ ലീഗിൽ നിന്നും ഇപ്പുറത്തെ ലീഗിൽ നിന്നൊക്കെ പ്ലേയേഴ്സിനെ എടുക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് അവനെടുക്കണ്ട, ഭയങ്കര ഇഞ്ചുറി പ്രശ്നമുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ കുദൂസിനൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് പ്ലേയേഴ്സിന് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് എത്തുമ്പം അവരുടെ സിറ്റുവേഷൻ മെച്ചപ്പെടാറുണ്ട്. ഓക്കെ, പക്ഷേ ചെൽസിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. വന്ന പ്ലേയേഴ്സ് കൂടുതൽ വേഴ്സ്റ്റായി മാറുകയാണ്. അതുപോലെ റിക്കവറി ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ചെൽസിനെ കാര്യമായിട്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മെഡിക്കലിൻ്റെ പ്രശ്നം ക്ലിയർ ആയല്ലോ. അതുപോലെ മറ്റൊരു സീനാണ് ഫൈനൽ തേർഡിലെ പ്രശ്നം. ഫൈനൽ തേർഡിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ ചെൽസി ബോൾ എത്തിക്കും. അതായത് കോൾ പാമർ ഉണ്ട്, അതുപോലെ എൻസോ ഉണ്ട്. സംഹൗ അവർ ബോൾ എത്തിച്ചു കഴിഞ്ഞാൽ പോലും അത് ഫിനിഷ് ചെയ്യാനുള്ളൊരു ഇത് ചെൽസീൻ്റെ അടുത്തില്ല. അതായത് അവിടെ ഉള്ളത് നിക്കോളാസ് ജാക്സൺ ആണ്. നിക്കോളാസ് ജാക്സൺ എല്ലാ മാച്ചിലും മുടങ്ങാതെ 3-4 ഓപ്പൺ ചാൻസുകൾ കൂളായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2 എണ്ണമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിലും ഒരു സിറ്ററെങ്കിലും മിസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം അതാണ് നിക്കോളാസ് ജാക്സൻ്റെ അവസ്ഥ. ജാക്സൺ മോശം പ്ലെയർ ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്, യങ് പ്ലെയറാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസരത്തിന് ഉയരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള മാച്ചിലൊക്കെ മൂപ്പര് നടത്തിയിട്ടുള്ള മിസ്സൊക്കെ ഭയങ്കര ടെറിബിളാണ്. ഓക്കെ, അപ്പം നിക്കോളാസ് ജാക്സൺ അവസരത്തിന് ഉയരേണ്ടതായിട്ടുണ്ട്. ശരിക്കും ജാക്സൺ അല്ല, കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ അവർ കൊണ്ടുവരേണ്ടിയിരുന്നു. അപ്പോൾ അവർ മിഡ്ഫീൽഡിലും അതുപോലെ ഡിഫൻസിലേക്ക് കുറേ കൂടി യങ്സ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രൈക്കർ റോളും അതുപോലെ 1 മോർ വിങ്ങർ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറിനെ അവർ കൊണ്ടുവരണമായിരുന്നു. അത് അവർ ചെയ്തില്ല. അതിനുള്ള വിലയാണ് ഇപ്പം നിലവിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമീപകാലത്ത് ചെൽസി നടത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൾ പാമറിൻ്റെ ട്രാൻസ്ഫറാണ്. കോൾ പാമർ അവിടെ നിന്ന് കുറേ ചരട് വലിച്ചിട്ടും ചെൽസി ഇപ്പോഴും മിഡ് ടേബിളിൽ നിൽക്കാനുള്ള കാരണം ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഗോൾ അടിക്കുന്നതിൽ ടീമിനുള്ള പോരായ്മയാണ്. അപ്പോൾ അത് നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എലീറ്റ് സ്റ്റാറ്റസ് ഉള്ള സ്ട്രൈക്കറെ വരണം. ഓക്കെ, യങ് പ്ലേയേഴ്സിനെ കൊണ്ട് കൂട്ടിയെ കൂടണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, യങ് പ്ലേയേഴ്സിനെ ഇതിനെ കൊണ്ടുവന്നതിനെ കുറ്റം പറയില്ല, പ്ലേയേഴ്സിനെ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ വരുമ്പോൾ ഈ പ്ലേയേഴ്സിന് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം, ഗ്രൗണ്ടിൽ നിന്ന് പ്ലേയേഴ്സിന് ഒരു മെൻറ്റാലിറ്റി ബൂസ്റ്റ് കിട്ടണം. ഈ കുറേ പൊടിമക്കൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അത് കിട്ടിക്കൊള്ളുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബിഗ് മാച്ചസിലേക്ക് വരുമ്പോൾ ടീമിൻ്റെ ടാക്ടിക്സിനും എല്ലാത്തിനും അപ്പുറം ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ മികവ് വർക്ക് ചെയ്തിട്ട് ടീം രക്ഷപ്പെടുന്നതായിട്ട് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ സംഗതിയും ചെൽസിയിലില്ല. ഓക്കെ, അപ്പം ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാത്തത് എല്ലാ തരത്തിലും ചെൽസിക്ക് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ലാസ്റ്റ് സമ്മറിലാണെങ്കിലും ചെൽസി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരുപാട് പ്ലേയേഴ്സിനെ വാങ്ങുന്നതിനെതിരെ തിയാഗോ സിൽവ വരെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഈ ഒരുപാട് പ്ലേയേഴ്സ് വാങ്ങുന്നതിന് പകരം 1-2 പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് ബാക്കിയുള്ള പൈസ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിലേക്കും പ്രോപ്പർ വിങ്ങറിലേക്കും, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിങ്ങറിലേക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഫാർ ബെറ്റർ സിറ്റുവേഷൻ ആയിരുന്നതിനെ മേ ബി ഇപ്പോൾ ചെൽസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ മോശമാവാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഡിഫെൻസീവ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് ടീമിൻ്റെ ഡിഫെൻഡിങ് ഭയങ്കര ടെറിബിളാണ്. പിന്നെ മാഡ്സണെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിലേക്ക് കൊടുക്കാനെടുത്ത തീരുമാനം ടെറിബിൾ ഡിസിഷനാണ്. മാഡ്സൺ അവിടെ പോയപ്പോൾ ഇപ്പോൾ പിടുത്തം വിട്ട കളിയാണ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് ബാക്കിന് എന്തായാലും പൊച്ചക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയില്ല മൂപ്പര് ബൊറൂഷ്യയിലേക്ക് പറഞ്ഞയച്ചത്. എന്തായാലും വലിയ നഷ്ടമായി മാറിയിട്ടുണ്ടത്. പിന്നെ ഇവിടെ കോൾവിലിൻ്റെ കുറേ കാലം ലെഫ്റ്റ് ബാക്ക് ഇട്ടു. ഓക്കെ, അതും ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അതായത് പ്രോപ്പർ ലെഫ്റ്റ് ബാക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു. പിന്നെ ഈ സീസൺ ഏറ്റവും ബെറ്റർ ആയിട്ട് പോകുന്നത് ഒന്ന് നമ്മുടെ കോൾ പാമറിനും, പിന്നെ ഒന്ന് അതേ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള മാലോ ഗുസ്തോ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയേണ്ടത് പൊച്ചറ്റീനോനെ കുറിച്ചാണ്. ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് തനിക്ക് വേണ്ട മെറ്റീരിയൽസ് പൊച്ചറ്റീനോ ചോദിച്ച് മേടിക്കണം. അത് പൊച്ചറ്റീനോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ പൊച്ചറ്റീനോ മുമ്പ് യങ് പ്ലേയേഴ്സിനൊക്കെ സംഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനും സീസണിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഹെൽപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് ചോദിച്ചു മേടിക്കണമായിരുന്നു, അത് ചെയ്തിട്ടില്ല.
പിന്നെ പ്ലേയേഴ്സിനെ പലരും ലോൺ ചെയ്യാനെടുത്ത ഡിസിഷനൊക്കെ ബ്ലണ്ടറായി പോയി. പലപ്പോഴും ടാക്ടിക്സൊക്കെ പക്കാ ബ്ലണ്ടറായി പോയി. ഞാൻ പറഞ്ഞല്ലോ, ഈ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട്. സാക്കല്ലാതെ ഇനി വേറൊന്നും ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും മുന്നിൽ കാണുന്നില്ല. അപ്പോൾ അടുത്ത സീസണിൽ എനിക്ക് തോന്നുന്നു പുതിയൊരു മാനേജർക്ക് വേണ്ടി അവർ പോകേണ്ടി വരും. കൊച്ചിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഗതിയല്ല നിലവിലെ ചെൽസി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഫോൺ ചാർജ് ചെയ്യാനായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.